ആത്മീയ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തത്വചിന്താ പാരമ്പര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന ഒരു കഥയുണ്ട്. അത് മലയാളികൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ പന്തിരുകുല കഥയാണ്. അത് വളരെ ഗൗരവമായി ഒരുപക്ഷെ നമ്മുടെ ചരിത്ര നിർമ്മിതിയിൽ വളരെ ബോധപൂർവം നമ്മുടെ ആചാര്യന്മാർ ഉൾച്ചേർത്ത ഒരു സങ്കല്പമായിരിക്കാം. അതിൻ്റെ പിന്നിലെ തത്വം വളരെ ദൃഢമാണ്, വളരെ ഭാവാത്മകവുമാണ്. നമുക്കറിയാം, വരരുചി എന്ന ഒരു ഔത്തരാഹ പണ്ഡിതൻ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്താണ് എന്ന് അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഇങ്ങ് കേരളത്തിൽ എത്തിച്ചേരുകയും കേരളത്തിലെ കുറേ രസകരമായ കൗതുകകരമായ പക്ഷികളുടെ സംഭാഷണം കേൾക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കൗതുകകരമായ ഭാവങ്ങളുണ്ട്. ഇന്ന് ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിക്കും, ഒരു പറയക്കുടിലിൽ ഒരു പെൺകുട്ടി ജനിക്കും. ആ പെൺകുട്ടിയായിരിക്കും ഈ താഴെ കിടന്നുറങ്ങുന്ന പണ്ഡിതൻ വിവാഹം കഴിക്കുന്നത് എന്ന് ഒരു രാത്രിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വരരുചി മുകളിലിരുന്നു കൊണ്ട് പക്ഷികൾ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. പക്ഷികളുടെ ഭാഷ വശമുള്ള വരരുചി ഇതറിയുകയും താൻ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് ആ പെൺകുട്ടിയെ തലയിൽ പന്തം കത്തിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ നിന്നും ഒഴിവാക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ കാലങ്ങൾക്കു ശേഷം വരരുചി യാദൃച്ഛികമായി തൻ്റെ യാത്രയുടെ ഭാഗമായി ഒരു ഗൃഹത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ഗൃഹത്തിൽ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയെ കാണുന്നു. ഒരു ശ്രേഷ്ഠനായ ഒരു അച്ഛൻ്റെ മകൾ, ഒരു മിടുക്കിയായ പെൺകുട്ടി. അവൾ വരരുചിയെ വളരെ ബുദ്ധിപൂർവം സൽക്കരിക്കുന്നു. അവളുടെ മഹത്വം കണ്ടിട്ട് ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. അച്ഛൻ വളരെ സ്നേഹത്തോടു കൂടി ഇവളെൻ്റെ വളർത്തുമകളാണ് എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് അത്ഭുതകരമായ സത്യം വരരുചി തിരിച്ചറിയുന്നത്. പണ്ട് താൻ ഒരു പറയപ്പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഉപേക്ഷിച്ച പെൺകുട്ടിയാണ് ഈ അച്ഛനെടുത്ത് വളർത്തി കാലങ്ങൾക്കു ശേഷം താൻ പരിണയിച്ച പഞ്ചമി എന്ന തൻ്റെ ഭാര്യ എന്ന് തിരിച്ചറിയുന്നു. രാമായണത്തിലെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന സുമിത്രയുടെ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമെന്ന് വരരുചി കണ്ടെത്തുകയും അത് രാജാവിനെ അറിയിക്കുകയും ഒക്കെ ചെയ്ത കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ വിധിയുടെ വൈപരീത്യം എന്ന വണ്ണം വരരുചി അന്നുപേക്ഷിച്ച ആ പഞ്ചമി എന്ന പറയപ്പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. അപ്പോൾ പണ്ഡിതപ്രവരനായ ബ്രാഹ്മണശ്രേഷ്ഠനായ വരരുചിക്ക് പഞ്ചമി എന്ന പറയപ്പെൺകുട്ടിയിൽ, കേരളീയയായ പറയപ്പെൺകുട്ടിയിൽ 12 കുട്ടികളുണ്ടാവുകയും അവർ ഓരോരുത്തരെയായി യാത്രയിലാണ് ഈ കുടുംബം, ഓരോരുത്തരെയായി വഴിയിൽ ഉപേക്ഷിക്കുകയും അവരെ ഓരോരുത്തരെയും 12 ജാതിയിൽപ്പെട്ടവർ എടുത്തു വളർത്തുകയും ചെയ്തു. മേഴത്തൂരെ അഗ്നിഹോത്രിയും രജകനും ഉളിയന്നൂർ തച്ചനും വള്ളോനും പാക്കനാരും ഉൾപ്പെടെയുള്ള 12 സമുദായത്തിൽ, അന്ന് കേരളത്തിൽ പ്രബലമായിരുന്ന 12 സമുദായത്തിലെ വ്യക്തികൾ ഈ ഒരൊറ്റ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ എടുത്തു വളർത്തുകയും അവരിൽ നിന്നും ആ കുലങ്ങൾ ഇവിടെ സമ്പന്നമാവുകയും അത് നിലനിൽക്കുകയും ചെയ്തു എന്നാണ് കഥ. ഇങ്ങനെയൊരു കഥ, അതായത് വരരുചി എന്ന ഉത്തരാഹ പണ്ഡിതനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു കഥ നിർമ്മിച്ചതിനു പിന്നിൽ, അത് മലയാളികളുടെ മനസ്സിൽ രൂഢമൂലമാവുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചതിനു പിന്നിൽ ഒരുപക്ഷെ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടായിരിക്കാം. ആ ഉദ്ദേശം വളരെ സ്വതന്ത്രമാണ്, വളരെ ആദർശനിഷ്ഠമാണ്. ആ ഉദ്ദേശം കേരളത്തിൻ്റെ തത്വചിന്താമണ്ഡലത്തിൽ ജാതീയതയ്ക്കെതിരെ, വിഭാഗീയതയ്ക്കെതിരെ ശക്തമായ ചിന്തകളുണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ഈ പറയിപെറ്റ പന്തിരുകുല ചരിത്രം ഉണ്ടായത്. വ്യത്യസ്ത ജാതി വിഭാഗങ്ങളിൽ, വ്യത്യസ്ത ചിന്തകളിൽ പരസ്പരം പോരടിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ അവരെല്ലാവരും ഒരു പൊതു പൈതൃകത്തിൻ്റെ ഭാവമാണ്. അവരെല്ലാം ഒരമ്മയും അച്ഛനും പ്രസവിച്ച, ഒരമ്മ പെറ്റ, ഒരച്ഛൻ്റെ ഒരേ
പാരമ്പര്യത്തിലുള്ള മക്കളാണ് എന്ന ബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് നമ്മളൊന്നും വ്യത്യസ്തമായ വിഭാഗങ്ങളിലുള്ളവരല്ല എന്ന ബോധമുണ്ടാക്കുന്നതിന് കേരളത്തിൻ്റെ തത്വചിന്താമണ്ഡലത്തിൽ രൂഢമൂലമായിരുന്ന ഏകത്വ ദർശനത്തെ, സമന്വയ ദർശനത്തെ വൈവിധ്യങ്ങൾക്കതീതമായി നാം ഒന്ന് എന്ന ദർശനത്തെ ഊട്ടിയുറപ്പിക്കാനാകാം ഇങ്ങനെയൊരു കഥാനിർമ്മിതി ഉണ്ടായത്. ഇത് കേരളം മുറുകെ പിടിച്ചിരുന്ന ആദർശത്തിൻ്റെയും മൂല്യബോധത്തിൻ്റെയും സൂചനയാണ്. നമ്മുടെ ഉത്തര മലബാറിലെ പ്രസിദ്ധമായ തെയ്യക്കാലങ്ങളിൽ പൊട്ടൻ തെയ്യം എന്നൊരു തെയ്യമുണ്ട്. പൊട്ടൻ തെയ്യം സമൂഹത്തോട് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നത്, തമ്പുരാനോട്, മേൽജാതിയിലെന്ന് വിശ്വസിക്കുന്നവരോട് പൊട്ടൻ തെയ്യം വിളിച്ചു ചോദിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിലും ചോര തന്നെയാണ്, നിങ്ങളെ കുത്തിയാലും ചോര, എങ്ങളെ കുത്തിയാലും ചോര. പൊട്ടൻ തെയ്യം തമ്പുരാനോട് ചോദിക്കുകയാണ്, ഉയർന്ന വർഗത്തിൽപ്പെട്ട നമ്മളോട് മാറിപ്പോകൂ എന്ന് പറഞ്ഞ ഉയർന്ന വർഗത്തിൽപ്പെട്ടവനോട് ചോദിക്കുകയാണ്, അടിയൻ്റെ കുപ്പയിൽ, അടിയൻ്റെ വീട്ടിലുണ്ടാക്കുന്ന പഴവും, ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴവും ഇവിടെ ഉണ്ടാകുന്ന പൂക്കളുമല്ലേ നിങ്ങളുടെ തേവർക്ക് പൂജയ്ക്കായി നൽകുന്നത്? ഇത് കേരളത്തിൻ്റെ മനസാക്ഷി ചോദിച്ച ശക്തമായൊരു ചോദ്യമാണ്. തെയ്യം പോലെയുള്ള ഒരു കലാരൂപത്തിലൂടെ അത് അവതരിപ്പിക്കപ്പെട്ടെങ്കിൽ, നിരവധി സാഹിത്യകൃതികളിലൂടെ അത് അവതരിപ്പിക്കപ്പെട്ടെങ്കിൽ, ഇവിടെ ജാതീയത നിലനിൽക്കുമ്പോഴും ജാതീയതയ്ക്കെതിരായ ശക്തമായ ആഹ്വാനങ്ങൾ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത ഒരു പാതകമാണ് ജാതിയുടെ പേരിൽ കേരളത്തിൽ നടമാടിയിരുന്നത്. അതിനെ നാം അംഗീകരിക്കുമ്പോഴും അതിനെ നിഷേധിക്കാതെ നാം സ്വീകരിക്കുമ്പോഴും അതിനെതിരായ ശക്തമായ ശ്രമങ്ങൾ നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും ഉണ്ടായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ വിമോചനത്തിൻ്റെ സ്വരമുണ്ടായത് തുഞ്ചത്താചാര്യനെ പോലെയുള്ള, എഴുത്തച്ഛനെ പോലെയുള്ള ഒരു ആത്മീയാചാര്യനിൽ നിന്നായിരുന്നു, ഭാഷാപിതാവിൽ നിന്നായിരുന്നു. നമുക്കറിയാം, ഹരിനാമകീർത്തനത്തിൽ ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കുമുടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമ. നാം ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഋതുവായ ആർത്തവ സമയത്തെ സ്ത്രീകൾക്കും ഇരന്നു നടക്കുന്നവനും ചണ്ടാലപ്രവൃത്തി ചെയ്യുന്നവനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ബ്രാഹ്മണനും ഈശ്വരഭജനത്തിൽ, അറിവിൽ ഒരേ അധികാരമാണ്. ഇത് നവോത്ഥാനത്തിൻ്റെ ശബ്ദമായിരുന്നു. നവോത്ഥാന ബീജങ്ങൾ വീണു മുളച്ച കേരളത്തിൻ്റെ മണ്ണിൽ അതിനുള്ള പാരമ്പര്യം ഉണ്ടാക്കിക്കൊടുത്ത ശബ്ദമായിരുന്നു അയ്യാവൈകുണ്ഠസ്വാമികളിലൂടെ, ബ്രഹ്മാനന്ദ ശിവയോഗിയിലൂടെ, ശ്രീനാരായണ ഗുരുദേവനിലൂടെ, ചട്ടമ്പിസ്വാമികളിലൂടെയൊക്കെ കേരളം കേട്ടത്. ഇവിടെ നടമാടിയിരുന്ന ജാതീയത എന്ന വലിയ വിപത്തിനെതിരെ ഉറച്ച ആഹ്വാനങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ആചാര്യന്മാർ നമ്മളെല്ലാം ഒരു പൊതു പൈതൃകത്തിൻ്റെ ഭാവമാണ്, നാം എല്ലാം ഒരു ഒറ്റ മനസ്സാണ്, നാം വിഭാഗീയതയോടെ അകന്നു നിൽക്കേണ്ടവരല്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെയൊരു ശക്തമായ പശ്ചാത്തലവും പാരമ്പര്യവും നമുക്കുണ്ടായിരുന്നു എന്നത് ഗതകാലത്തിൻ്റെ വേദനകളെ, ഗതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ മറന്നുകൊണ്ട് നാം ഒന്ന് എന്ന ഐക്യബോധത്തിലേക്ക് വരുവാൻ നമ്മെ സഹായിക്കും. ഈ ശക്തമായ ചിന്ത നമ്മുടെ ഉള്ളിലെന്നും ഉണ്ടായിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു.